അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സംഭവമാണ് അച്ചാർ. അപ്പോൾ ഇന്ന് ചെറുനാരങ്ങയും ഈന്തപ്പഴം കൂടി ഒരുമിച്ച് അച്ചാറിടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ്. സിമ്പിളായിട്ട് നമ്മളൊരു അച്ചാർ ഇടാന്ന് കേൾക്കുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെന്താണ് ഫസ്റ്റ് തന്നെ പോയാണ്ട് അച്ചാർ പൊടി വാങ്ങും. അപ്പോൾ അതില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ടു വൈറ്റ് പെറ്റൽസ്. കടയിൽ നിന്ന് വാങ്ങണ അച്ചാർ പൊടി ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി കയറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് പച്ച കൂടി ഉണ്ട്, അപ്പോൾ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ആ കയ്പ്പ് രസം പോകാൻ വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഒരു ചെറിയ ടിപ്പ് പറയാം. അതായത് ഇതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളക്കുമ്പോൾ കുറേ സമയം തിളച്ച് നിന്നാൽ അതിൻ്റെ അടിയിൽ കറുപ്പ് പാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം വെക്കുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഒരു വിനെഗർ ഒഴിച്ച് കൊടുക്കുക. വൈറ്റ് വിനെഗറോ ആപ്പിൾ വിനെഗറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് അതിന് മുകളിൽ വെച്ചാൽ ആ പാത്രത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പോൾ ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഒരു 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, നന്നായിട്ട് വെന്ത് പോവേണ്ട. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് അത്രയും സമയം മതി. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറം ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുക. അതുപോലെ തന്നെ ആ കയ്പ്പ് രസം ഒന്ന് കുറഞ്ഞ് കിട്ടുക. അപ്പോൾ അത് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യേണ്ടതിന് മുന്നേ നല്ലൊരു ടവലിലിട്ടിട്ട് അതിൻ്റെ നനവും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. ഒരു നനവൊന്നും പാടില്ല, നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് എന്താ പറയുക പൊടിഞ്ഞു പോവും. ഇനി ഇതാ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി ഈന്തപ്പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുരുവും സെപ്പറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ സുർക്ക, നമ്മൾ സാധാ വൈറ്റ് വിനെഗർ, അതൊരു 1/4 കപ്പ് എടുത്തിട്ട് ഞാൻ ഈ ഈന്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഈന്തപ്പഴം പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ നമ്മൾ സുർക്ക ഓൾറെഡി നമ്മൾ അച്ചാറിലേക്ക് ചേർക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ചേർത്ത് വെച്ചാൽ ഒരു 10 മിനിറ്റ് നമ്മൾ ചെറുനാരങ്ങ 10 മിനിറ്റ് റെഡി ആവുന്ന ആ സമയം കൊണ്ട് ഒരു 8 മിനിറ്റ് മതി ഇതും ഏകദേശം റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. രണ്ടും നല്ല സോഫ്റ്റായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി പൗഡറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള പഞ്ചസാര, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കേട്ടോ, അതാണ് 7-അപ്പിൻ്റെ കുപ്പിയിലൊക്കെ കാണുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നല്ല നാടൻ ടേസ്റ്റിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ട്, പിന്നെ കൂടുതൽ കാലം എടുത്ത് വെക്കാനൊന്നും ഇത് കിട്ടില്ല, പെട്ടെന്ന് തന്നെ കഴിയാൻ മാത്രമേ ഉള്ളൂ. ഇനി ചെറുനാരങ്ങ ഉപ്പിട്ട് വെച്ചതിലുള്ള ആ വെള്ളം ജസ്റ്റ് ഒന്ന് ഊറ്റിക്കളയുന്നുണ്ട്. നല്ല പഴുത്ത നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അത് ഊറ്റിക്കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായി നല്ലൊരു ഗോൾഡൻ കളർ, നല്ല ഗോൾഡൻ കളർ ആവണ്ട, ജസ്റ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങണ ആ സമയം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് സാധാ അച്ചാർ പൊടി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൂപ്പർ നോവ അച്ചാർ പൊടി, മറ്റേ അച്ചാർ പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അച്ചാറിട്ടാൽ ഭയങ്കര എരിവായിരിക്കും. നമ്മൾ അച്ചാറിന് കളറും ഉണ്ടാവില്ല, എരിവ് ഭയങ്കരമായിരിക്കും.
അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ഇഷ്ടത്തിന് ഇടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാ പൊടികളും മസാലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ പോയി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലകൾ നമുക്ക് ചെറുനാരങ്ങയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. അതുപോലെ തീ ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യല്ല, മുകളിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ എങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞത് അടച്ച് വെച്ചാൽ നമ്മളുടെ ഈന്തപ്പഴം ചെറുനാരങ്ങയൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു പരുവായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അച്ചാറിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് മിക്സിംഗ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എരിവും പുളിവും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തു കൊണ്ട് എത്തിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആകെയുള്ള ഇൻഗ്രീഡിയൻസും ആകെയുള്ള ജോലിയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ കയ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.